വിക്രമാദിത്യ രാജാവിന്റെ ഇഷ്ടദേവതയും കുലദേവതയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. भारत का सबसे बड़ा मर्क्यूरी का शिवलिंग है. ഇത് ഉജ്ജയിനിലെ ഏറ്റവും ഫേമസ് ആണ്. ആൻഡ് ഈ ഹോട്ടലിലാണ് ഏറ്റവും കിടു മലായി കിട്ടുന്നതെന്ന്. അതുമല്ല, വിക്രമാദിത്യ രാജാവിന്റെ സമയത്ത് ഇത് മഹാകാൽ ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാണ് ത്രിവേണി മ്യൂസിയത്തിൽ കാണാനായിട്ട്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ മധ്യപ്രദേശിലാണ്. ഭാരതത്തിന്റെ ഹൃദയം എന്ന് പറയുന്ന മധ്യപ്രദേശില്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഓംകാരേശ്വർ, മാമലേശ്വർ ഈ അമ്പലത്തിന്റെ എല്ലാം ദർശനം കഴിഞ്ഞ് ഓംകാരേശ്വരിൽ നിന്ന് ഉജ്ജയിനിലെത്തി. ഉജ്ജയിനിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഫേമസ് ജന്തർ മന്ദർ ഇതെല്ലാം ഇവിടെയാണ്, ഉജ്ജയിനിലാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാനാണ് ഉജ്ജയിൻ മൊത്തം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതുമല്ലാതെ മഹാകാൽ ടെമ്പിളിൽ പോയി VIP ദർശൻ, പിന്നെ ഭസ്മാരതി, ഇതിന്റെയൊക്കെ ടിക്കറ്റിന്റെ എങ്ങനെയാണ് ഫെസിലിറ്റീസ് ഒന്ന് നോക്കണം. അപ്പൊ അതെല്ലാമാണ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ എല്ലാവരും കൂടെ പോരും, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഉജ്ജയിൻ. ഒരുവിധം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ വെയിലെത്തും, കാരണം തണുപ്പാണ്. ഓക്കെ, മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങി ഒരു ഓട്ടോ കിട്ടി. ഓക്കെ, ഹോട്ടലിന്റെ മുന്നിൽ തന്നെ. ഇവിടെ 100 രൂപ വാങ്ങിച്ചു. അപ്പോൾ 100 rupees. അപ്പോൾ ഞങ്ങൾ പോയി ടിക്കറ്റിന്റെ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ഇവിടെ. ഭസ്മാരതി, പിന്നെ VIP ദർശൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം പോയി നോക്കാം, എന്നൊരു ക്ലാരിറ്റി കിട്ടും. भस्मारती का टिकट लेना पड़ेगा ना? उसके लिए बहुत क्यू आया था, यूट्यूब में बताया था. बहुत क्यू है क्या टिकट लेने के लिए? ऐसा कुछ भी नहीं है. ഓക്കെ. ഇവിടുന്ന് ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് നടന്നു പോകണം മഹാകാൽ ടെമ്പിളിലേക്ക്. അവർ പറയണു ഒത്തിരി ക്യൂ നിൽക്കേണ്ട. അല്ലെങ്കിൽ ഓട്ടോയിൽ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഒത്തിരി ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എളുപ്പം ഭസ്മാരതിയുടെയും VIP ദർശന്റെയും ടിക്കറ്റ് കിട്ടുമെന്ന്. നമുക്ക് നോക്കാം എന്താവുന്ന്. राम घाट लेफ्ट, सुनघरी घाट लेफ्ट, शारदा मंदिर राइट, महाकालेश्वर मंदिर स्ट्रेट. ഒരു ലൈൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ സൈഡിലായിട്ടാണ് മഹാകാൽ ലോക്. അവിടെ ഒത്തിരി സ്റ്റാച്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോവാം, കുറച്ച് നേരം എടുക്കും. അവിടെ വിക്രമാദിത്യന് വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ ഈ മഹാകാൽ ഈ ടെമ്പിളിനകത്ത് കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ബഗ്ഗി ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് പ്രസാദ് കിട്ടും. എഴുതിയിരിക്കുകയാണ് ലഡ്ഡു പ്രസാദ് കൗണ്ടർ, വെയിറ്റിംഗ് ATM മഷീൻ. ഇവിടുത്തെ ഒരു ഫേമസ് പൂജയാണ് ഭസ്മാരതി എന്ന് പറയും. ഭസ്മം കൊണ്ടൊരു പൂജ. അത് രാവിലെ 4 മണിക്കാണ്. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ മഹാകാൽ ടെമ്പിൾ വരികയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഫേമസ് പൂജയാണ് ഭസ്മാരതി എന്ന് പറയും. അതായത് ശിവജിയുടെ പ്രതിമ ജ്യോതിർലിംഗത്തിൽ ഭസ്മം കൊണ്ടൊരു പൂജ ചെയ്യും. അത് രാവിലെ 4 മണിക്കാണ്. അത് കാണാൻ ഒത്തിരി പേര് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ വിരാട് കോഹ്ലി, വരുൺ ധവാൻ ഇവരെല്ലാവരും വന്നതാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ പിറകെ കാണുന്നില്ലേ ആ കൗണ്ടറിൽ, അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ എടുക്കാം. ഓൺലൈൻ എടുക്കണമെങ്കിൽ 120 ദിവസം മുമ്പ് ടിക്കറ്റ് കൗണ്ടർ തുറക്കും. പക്ഷേ ഞങ്ങൾ നോക്കി, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഓഫ്ലൈൻ വന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ, അതായത് നാളെയോ മറ്റന്നാളത്തേക്കോ ടിക്കറ്റ് ഇന്ന് 1:30 ആഫ്റ്റർനൂൺ 1:30 കഴിയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ടിക്കറ്റ് കിട്ടുമെന്ന്. ടിക്കറ്റ് കിട്ടിയാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ 4 മണിക്ക് ഭസ്മാരതി കാണാൻ വരാം. അപ്പോൾ നിങ്ങൾക്കും ഭസ്മാരതി കാണാൻ വരണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഈ കൗണ്ടർ ഒരു പ്രശ്നമാണ്. ഓക്കെ, തപ്പി വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഭസ്മാരതി ബുക്കിംഗ് കൗണ്ടർ എന്ന് അടിച്ചു കൊടുത്താൽ എക്സാക്ട്ലി ആ ലൊക്കേഷനിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിൽ ഒത്തിരി ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാവിഗേറ്റ് ചെയ്ത് ഇതിനകത്ത് ചുറ്റാനും എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആധാർ കാർഡ് കയ്യിൽ വെക്കണം. ഇപ്പം നിങ്ങൾ 2 റീജിയൻ, ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ആൻഡ് കർണാടക ആണെങ്കിൽ 2 പേരും ക്യൂ നിൽക്കണം. ഇപ്പം ഞങ്ങളുടെ അങ്ങനെയാണ്. ജാർഖണ്ഡ്, ഞാൻ കേരളയിലാണ്. ഇപ്പോൾ 2 പേരും ക്യൂ നിന്ന് ആധാർ കാർഡ് കാണിച്ച് വേണം ടിക്കറ്റ് എടുക്കാനായിട്ട്. ആൻഡ് ഇവിടെ ഒത്തിരി സ്കാമും നടക്കാറുണ്ട് ഈ ടിക്കറ്റിൻ്റെ മുകളിൽ. അപ്പോൾ നിങ്ങൾ വന്ന് റോഡിൽ ഒത്തിരി പേര് ചോദിക്കും ഭസ്മാരതി ടിക്കറ്റ്, VIP ദർശനം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ആർക്കും ഒരു പൈസയും കൊടുക്കേണ്ട, ഡയറക്റ്റ് ഈ കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് VIP ദർശനം എന്ന് പറയും. 1.5 മണിക്കൂറിൽ ദർശനം ചെയ്തിട്ട് പോകാനായിട്ട് നോക്കുകയാണെങ്കിൽ, ക്യൂ നിൽക്കാതെ നോക്കുകയാണെങ്കിൽ അതിന് ഓപ്ഷനുണ്ട്. ഭസ്മാരതി കൗണ്ടറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് VIP ദർശൻ്റെ കൗണ്ടർ. അപ്പോൾ നിങ്ങൾ VIP ദർശനം നോക്കുകയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെ ദർശനത്തിനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നില്ലേ ആ ലൈനില്ല? ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം.
ഈ ആക്ച്വലി ഇത് ലൈവ് എന്താ മൂർത്തിയുടെ ജ്യോതിർലിംഗ മൂർത്തിയുടെ വ്യൂ ആണ്. പൂജ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഈ ഫെസിലിറ്റി യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. ജ്യോതിർലിംഗ് മഹാകാലേശ്വർ ലൈവ് ദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇത് ഗേറ്റ് നമ്പർ 1 അവന്തിക ദ്വാറാണ്. ഇവിടെ നിന്നാണ് VIP ദർശനത്തിലുള്ള ടിക്കറ്റ്. ഇവിടെ നിന്നാണ് ഭസ്മാരതിയുടെ ടിക്കറ്റ്. ദർശനം ചെയ്തില്ല, അതിനു മുമ്പേ എന്താ പറയുക പ്രസാദത്തിൻ്റെ കൗണ്ടറിൽ ഞങ്ങൾ നിന്ന് തുടങ്ങി. കാരണം ക്യൂ നിൽക്കണം. ആദ്യം പ്രസാദം എടുത്തിട്ട് പിന്നെ ദർശനത്തിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഏതോ കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മഹാകാലിൻ്റെ പ്രസാദം. 2 എന്താ പറയുക മൈസൂർ പാക്ക് പോലെയാണ്. അതിന് 50 രൂപയാണ്. അപ്പോൾ 25 ഈച്ച്. അപ്പോൾ ഞങ്ങൾ ഭസ്മാരതിയുടെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി. ഭസ്മാരതിയും VIP ദർശനത്തിൻ്റെയും ടിക്കറ്റിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടി. ഇനി 6 മണിക്ക് ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും വരണം ടിക്കറ്റ് എടുക്കാനായിട്ട്. നമുക്ക് ഈ ടെമ്പിൾ അല്ലാതെ വേറെയും കാര്യങ്ങളുണ്ട് ഉജ്ജയിനിൽ കാണാനായിട്ട്. അത് കാണാനായിട്ട് ആദ്യം പോവാം. ഈ ടെമ്പിളിനെ ചുറ്റിപ്പറ്റി എന്തുമാത്രം കച്ചവടം അല്ലേ, എന്തുമാത്രം വെറൈറ്റി കച്ചവടങ്ങളാണ് ഇവിടെ. ഒരാൾ ഫോട്ടോ ഫ്രെയിം വിൽക്കുന്നു. കണ്ടില്ലേ സ്വീറ്റ്സ്. മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ആക്ച്വലി ടെമ്പിളിൽ പോകാനായിട്ട്, ടെമ്പിൾ ദർശനത്തിനൊക്കെ പോകാനായിട്ട് മോസ്റ്റ്ലി രാവിലത്തെ ടൈമാണ് 4 to 5 o'clock ആ ടൈമാണ് പ്രിഫർ ചെയ്യാറ്. കാരണം അപ്പോൾ തിരക്കും കുറവായിരിക്കും, ഇതുപോലെ ചൂടും ഉണ്ടാവില്ല, ക്യൂവും കുറവായിരിക്കും. വേറൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഒരു സിംഹമുണ്ട് മുന്നിൽ. ദേ കണ്ടോ, ഒരു വലിയ സിംഹം. അതിൻ്റെ താഴെ ഒരു കുരങ്ങനും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീ പാർദേശ്വർ മന്ദിർ, സിന്ധ് ആശ്രം, ഉജ്ജയിൻ. അപ്പം നമുക്ക് ഇവിടെ പോകണം. ഇവിടെ ആക്ച്വലി മെർക്കുറിയുടെ ശിവലിംഗം ആണെന്നാണ് അഞ്ജലി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം. यहाँ भारत का सबसे बड़ा मर्क्यूरी का शिवलिंग है और उसका बेस कॉपर से बनाया हुआ है. बाहुव्यां तव धन्मले मानो महन्तमुतमानो अव्रकं मानौक्षन्तमुतमानो क्षितं मानो वदेहे वेतरं मौतमातरं मानः प्रियस्तन्मोर्द्रैरिकः मानस्तोके तनये मान आयुकिमानो आदित्या देवता मरुतो देवता विश्वे देवा देवता. ये टेम्पल का बिलीफ क्या है एक्चुअली, पीछे का बिलीफ? ये 2.5 टन के है पारे के शिवलिंग. ओके. 25 कुंटल का वेट है. ओके. ये मन के कारक है. जैसे मन चंचल रहता है, ऐसा पारा चंचल रहता है. मन को एकाग्र करता है, हर मनोकामना को पूर्ण करता है. ओके. അപ്പോൾ ഞങ്ങൾ പൂജ ചെയ്തത് ഇപ്പോൾ പുറത്തിറങ്ങി. എൻ്റെ പുറകിൽ കാണുന്നില്ലേ, അത് ക്ഷിപ്ര നദിയാണ്. ക്ഷിപ്ര നദിയുടെ തീരത്താണ് ഈ മെർക്കുറി കൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തിൻ്റെ അമ്പലം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരിക. ഇവിടുത്തെ ശിവലിംഗത്തിന് ആക്ഷൻ നല്ല പവർഫുള്ളാണ്. ഇവിടെ ഒരു ഗോശാലയുണ്ട്. नंदी को खिलाना है. ഈ പശുവിനെ കണ്ടോ, ആള് അപ്പോൾ എല്ലാ ട്രിപ്പിലും അഞ്ജലിയാണ് ഗൈസ് ട്രിപ്പ് പ്ലാനർ. അപ്പോൾ അഞ്ജലിയുടെ ലോങ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് മൊബൈലിൽ. അത് നോക്കിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാറ്. एक्चुअली बैकग्राउंड स्टडी करना पड़ता है भाई. एक 10 days पूरा लिया, पूरा पढ़ाई करने के लिए मध्य प्रदेश के बारे में. फिर भी कुछ भी नहीं पता है मुझे.
അപ്പോൾ ഞങ്ങൾ VIP ദർശനം ബസ്മാരതി ആ ഇൻഫർമേഷനെല്ലാം എടുത്ത് ഇപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്നു. ഹോട്ടലിൻ്റെ പേരാണ് സദ്ഗുരു. സോ ഹോട്ടലിൽ വന്ന് ഞങ്ങളപ്പം ഫുൽക്കയും പനീർ ബട്ടർ മസാലയും ഓർഡർ ചെയ്തു. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കട്ടെ. മിക്കവാറും ഞങ്ങൾ ബസ്മാരതിക്ക് പോവില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ റൂൾസ് ചേഞ്ചായി. ഇന്ന് മുതൽ റൂൾസ് ചേഞ്ചായി. മുമ്പ് എന്താ പറയുക 2-3 ഗേറ്റുകളിൽ ബസ്മാരതിയുടെ ടോക്കൺ അല്ല, ഒരു ഫോം ഫില്ല് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ആധാർ കാർഡൊക്കെ കൊടുത്ത് ഒരു ടോക്കൺ ഫില്ല് ചെയ്യണം. അത് മുമ്പായിരുന്നു. ഇപ്പോൾ റൂൾസ് ചേഞ്ചായി. അപ്പോൾ ഏത് ഗേറ്റ് കിട്ടും എല്ലാം കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുമല്ല ഇപ്പം ഞാൻ എന്താ പറയുക ഫോം ഫില്ല് ചെയ്ത് കൊടുത്താലും ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ വൈകുന്നേരം 5 മണി മുതൽ രാവിലെ എന്താ പറയുക 5 മണി വരെ ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ക്യൂ നിൽക്കണം. എന്നിട്ട് വേണം അടുത്ത ദിവസം ബസ്മാരതി രാവിലെ കിട്ടുള്ളൂ. അപ്പോൾ വലിയ പാടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബസ്മാരതിക്ക് അടുത്ത തവണ മധ്യപ്രദേശ് വരുമ്പോഴത്തേക്കും പോകാമെന്ന്. ഇപ്പോൾ VIP ദർശനം കൊണ്ട് നമുക്ക് അകത്ത് പോയി പ്രോപ്പറായിട്ട് ദർശനം ചെയ്യാം. ഞങ്ങൾ ലഞ്ചിനായിട്ട് സദ്ഗുരു എന്നൊരു ഹോട്ടലിലാണ് കയറിയത്. ഇത് അമ്പലത്തിനടുത്തായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫുൽക്ക ഓർഡർ ചെയ്തു. ഇത് പനീർ ബട്ടർ മസാലയാണ്. അഞ്ജലി ഓൾറെഡി കഴിച്ചു തുടങ്ങി. ഒരാൾക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യ. ആൻഡ് ഇവിടെ എന്താ പറയുക കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒണിയനും ലെമണും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ജലിക്ക് ക്യാരറ്റിൻ്റെ ഹലുവ കഴിക്കണമെന്ന് ഒരേ നിർബന്ധം. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഹോട്ടലിലുള്ളവർ പറഞ്ഞു ഹലുവയെക്കാളും നല്ലത് ഈ മലായി കഴിക്കുന്നതാണ്. ഇത് ഉജ്ജയിനിലെ ഏറ്റവും ഫേമസ് ആണ്. ആൻഡ് ഈ ഹോട്ടലിലാണ് ഏറ്റവും കിടു മലായി കിട്ടുന്നതെന്ന്. അപ്പോൾ അഞ്ജലി ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയും. അവർക്ക് രസപ്പല അച്ഛായി രേഖ. എങ്ങനെയുണ്ട് അഞ്ജലി? അടിപൊളിയാ? कम स्वीट किसी को खाना है और गाजर का हलवा का एक्सेस घी और एक्सेस शुगर अवॉइड करना है तो ये अच्छा ऑप्शन है. एक्चुअली ठंडा ठंडा स्वीट अच्छा लग रहा है. സൗത്ത് ഇന്ത്യൻ റിവ്യൂ കൊള്ളാം, അടിപൊളി. അപ്പോൾ സൗത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് ഫുഡിൻ്റെ പ്രശ്നം ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഈ ഹോട്ടൽ നല്ലൊരു ഓപ്ഷനാണ്. ഹോട്ടലിൻ്റെ പേര് സദ്ഗുരു. എന്താ പറയുക മഹാകാൽ ടെമ്പിളിന് അടുത്തായിട്ട് തന്നെയാണിത്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പേരാണ് ശ്രീ ചൗബീസ് ഖംബ മാതാ മന്ദിർ. അപ്പോൾ ഈ സൈഡിൽ കാണുന്നത് ചോട്ടി മാത എന്ന് പറയും, ആ സൈഡിൽ കാണുന്നത് ബെഡി മാത എന്ന് പറയും. ഇത് 2 ഡൈറ്റിയാണ്. ഈ ഡൈറ്റിയെ വർഷിപ്പ് ചെയ്യാനായിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വിക്രമാദിത്യൻ്റെ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ടെമ്പിളിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഇതിൻ്റെ അകത്തുള്ള പില്ലേഴ്സാണ്. അപ്പോൾ അകത്ത് പോയി കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. അതുമല്ല വിക്രമാദിത്യ രാജാവിൻ്റെ സമയത്ത് ഇത് മഹാകാൽ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് ആയിരുന്നു. ഇതുവഴിയായിരുന്നു അകത്ത് പോയിരുന്നത്. എന്തെല്ലാം കാര്യങ്ങളല്ലേ. परमाणकालीन लिपि में लिखा हुआ है ना, परमाणकालीन लिपि में लिखा हुआ है महामाया महालया. सो यही था महाकाल मंदिर में जाना था तो इसी गेट से जाता था. हाँ माता देवी से सामने होते हुए महाकाल मंदिर जाता. ഒരു ടൈമിൽ ഇത് ആക്ച്വലി മഹാകാൽ ടെമ്പിളിന്റെ മെയിൻ ഗേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതുവഴി അതായത് ബൗണ്ടറി വാൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് കാടൊക്കെ ആയിട്ട് അതിനകത്തായിരുന്നു മഹാകാൽ ടെമ്പിൾ. ഇപ്പോൾ ഇതിൻ്റെ അവശിഷ്ടം ഇത് മാത്രമേ ഉള്ളൂ, മെയിൻ ഗേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ബൗണ്ടറി വാൾ എല്ലാം തകർന്നു. कितना साल हुआ? 2000 साल पुराना है ये जब से ही है ऐसे ही. ओ ऐसे ही. ओ ओके ओके. हाँ हाँ हाँ. ये जब से लिखा हुआ है ब्रह्मदेव का. हाँ 300 साल 3000 साल में 3000 years. ഇവിടുത്തെ ടെമ്പിളിൻ്റെ കോൺസെപ്റ്റ് നോക്കി. ഇവിടെ മൊത്തം കടകളാണ്, ഇവിടെ വീടാണ്, അതിന് ജസ്റ്റ് അടുത്തായിട്ടൊരു അമ്പലം. നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഉജ്ജയിൻ ആക്ച്വലി ഒരു സംഭവമാണ് ഗൈസ്. ആക്ച്വലി എന്തുമാത്രം കാര്യങ്ങളെന്നറിയും ഇവിടെ വരുമ്പോൾ കാണാനായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ ഫീൽ ആക്ച്വലി എന്താ പറയുക തമിഴ്നാട്ടിൽ പോകുമ്പോഴാണ് കണ്ടത്. അതിനുശേഷം ഉജ്ജയിനിൽ വന്നപ്പോഴാണ് ഈ ഫീൽ കിട്ടുന്നത്. ആലോചിച്ച് നോക്കിയ വിക്രമാദിത്യൻ്റെ നഗരിയിൽ രാജാ മഹാരാജ ഒന്നും മലയാളം ഹിന്ദിയിൽ പഠിക്കുമ്പോൾ പറയാറില്ലേ, അതുപോലെ. അപ്പോൾ ഇനിയും കാര്യങ്ങൾ കാണാനുണ്ട് ഉജ്ജയിനിൽ. ഉജ്ജയിനിൽ വന്നു കഴിഞ്ഞാലേ മെയിനായിട്ടും അമ്പലങ്ങളാണ്. ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഇപ്പം എല്ലാ അമ്പലത്തിലും പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്നാലും പറ്റുന്ന അമ്പലത്തിലൊക്കെ കയറുകയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുകയാണ് ഉജ്ജയിനിലെ ഏറ്റവും വലിയ ഗണപതി ക്ഷേത്രത്തിനകത്ത്. ഇതാണ് ഗണപതിയുടെ മൂർത്തി. എന്തു വലുതല്ലേ. वो सामने देखे वो शादी का इनविटेशन कार्ड है. तो पहला कार्ड भगवान को इनवाइट करने के लिए देते हैं.
അപ്പം ഞങ്ങളിപ്പോൾ പോവാണ് ത്രിവേണി മ്യൂസിയത്തും കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളെത്തി ത്രിവേണി മ്യൂസിയം. ഇതെല്ലാം മഹാകാൽ ലോകിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് മ്യൂസിയം. ഇത് രാത്രി 8 മണി മുതൽ 10 മണി വരെ കാണും. ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പോയി നോക്കാം നമുക്കകത്ത്. അപ്പോൾ ഞങ്ങൾ ത്രിവേണി മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. ആക്ച്വലി അടിപൊളിയായിരുന്നു, വർത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. പെർ പേഴ്സൺ 20 റുപ്പീസ് ടിക്കറ്റാണ്. നിങ്ങൾ വരികയാണെങ്കിൽ മിനിമം ഒരു 2-3 മണിക്കൂർ വേണം ഈ മ്യൂസിയം മൊത്തം കണ്ടിറങ്ങാനായിട്ട്. ഞാൻ ഒത്തിരി ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് കുറച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഇടാം. ത്രിവേണി മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ ഓടിപ്പിടച്ച് ഒരുവിധം എത്തി ഗൈസ് ഹർസിദ്ധി മന്ദിർ. ഹർസിദ്ധി മന്ദിർ ഒരു ഫേമസ് ശക്തിപീഠമാണ്. അപ്പോൾ ഇത് വിക്രമാദിത്യ രാജാവിൻ്റെ ഇഷ്ടദേവതയും കുലദേവതയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വിശ്വാസം സതീദേവിയുടെ റൈറ്റ് എൽബോ ഇവിടെ വീണെന്നാണ് വിശ്വാസം. ഞങ്ങൾ ഇവിടെ ഓടിപ്പിടച്ച് വരാനായിട്ട് മെയിൻ കാരണം ഈ 2 ദീപസ്തംഭങ്ങളാണ്. ഈ 2 ദീപസ്തംഭങ്ങൾ ആക്ച്വലി ഇതിലൊരു 1001 വിളക്കുകളുണ്ട്. ഈ 1001 വിളക്കുകൾ ഇവർ 5 മിനിറ്റ് കൊണ്ട് കത്തിച്ച് തീർക്കും. അപ്പോൾ ഈ വിഷ്വൽസ് മിസ്സായി കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ഓടിപ്പിടച്ച് വന്നത്. ഞങ്ങൾ വന്ന സമയത്തിന് ആക്ച്വലി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആരതിയുടെ സമയമായിരുന്നു. അതുപോലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആളുകളും കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആരതി ദർശനം കിട്ടി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം ആരതി അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം ആ സമയത്ത് ഒരു ഡിഫറെൻറ്റ് ആംബിയൻസ് തന്നെയാണ് ടെമ്പിളിനകത്ത്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ശക്തിപീഠമാണ്. അതുമല്ല താന്ത്രിക് ആ സംഭവങ്ങൾക്കും ഈ ടെമ്പിൾ ആക്ച്വലി ഫേമസ് ആണ്. അതുമല്ല ഈ ടെമ്പിളിൻ്റെ ആരതി നടക്കുമ്പോഴത്തേക്കും മണിയടിക്കുന്ന ശബ്ദവും പിന്നെ ഡോലിൻ്റെ ശബ്ദവും ആളുകളുടെ പ്രാർത്ഥനയും ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു ട്രാൻസ് മോഡിൽ തന്നെ എല്ലാവരും പോകും. അപ്പോൾ നിങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്യുക ഈ ആരതി അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സ്തംഭത്തിൽ ലൈറ്റ് കത്തിച്ച് വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മളെ വിക്രമാദിത്യ ആ ടൈമിൽ ഫീൽ വരും ആക്ച്വലി. പാതി ഉജ്ജയിൻ കറങ്ങി ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ് ഹോട്ടലിൽ. ഇനി ഒരു പരിപാടിയില്ല. ആക്ച്വലി ഞങ്ങൾ ഓൾമോസ്റ്റ് 15,000 സ്റ്റെപ്സ് ഇന്ന് നടന്നു. 15,000 സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 2-2.5-3 കിലോമീറ്റർ നടന്നതാണ് എളുപ്പത്തിൽ. 3 അല്ല അതിൽ കൂടുതൽ നടന്നു കാണും ഞങ്ങൾ. അപ്പോൾ ഹോട്ടലിലെത്തി. അപ്പോൾ സമയം ഏകദേശം 10 മണിയായി. ഞങ്ങൾ ഡിന്നർ ആക്ച്വലി ഇൻ റൂം ഡൈനിങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഡിന്നറും വന്നു ഗൈസ്. ഞങ്ങൾ ഇന്ന് 2 ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ അത് പാപ്പടാണ്, റോസ്റ്റഡ് പാപ്പട് എന്ന് പറയും. പിന്നെ കുറച്ച് എന്താ പറയുക, ഒണിയൻ, ചില്ലി, പിന്നെ പിക്കിള്, ഇതെല്ലാം ഉണ്ട്. അതുമല്ല ഇവിടുത്തെ ഫുഡും കൊള്ളാം, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇനിയും പാതി ഉജ്ജയിൻ കറങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാനാണ് ഉജ്ജയിനിലെ സ്റ്റേ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. പ്രോബ്ലി 1-2 ദിവസം ഞങ്ങൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ബാഡ് ലക്ക് ഈ ഹോട്ടലിൽ തന്നെ, അതായത് ഹോട്ടൽ അതർവൈയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഉജ്ജയിനിലെ സ്റ്റേ. ഈ ഹോട്ടലിൽ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയില്ല. അപ്പോൾ പ്രോബ്ലി വേറൊരു ഹോട്ടലിൽ ഞങ്ങൾ മാറേണ്ടി വരും നാളെ. അപ്പോൾ വേറൊരു ഹോട്ടലിലേക്ക് മാറുന്ന വീഡിയോസും ഇൻഫർമേഷൻസും പിന്നെ ഉജ്ജയിൻ്റെ ബാക്കി കാര്യങ്ങളും ആയിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും കിലോമീറ്റേഴ്സ് നടന്ന് അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുത്ത് വിഷ്വൽസ് എടുത്ത് നിങ്ങളെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.